ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് തേഴ്സ്ഡേ ആണ്, ഫ്രൈഡേ ആണ്, ഹോളിഡേ ആണ്. അപ്പോൾ ഫ്രൈഡേ ഹോളിഡേ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുക്കും. അപ്പോൾ ഇന്ന് എന്തൊക്കെ കഴിച്ചു, എന്തൊക്കെ തിന്നു, എന്തൊക്കെ ചെയ്തു, എവിടെയൊക്കെ പോയി, ഇതൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ. അറ്റ്ലീസ്റ്റ് ഞാൻ എന്തൊക്കെ കഴിച്ചെന്നെങ്കിലും ഞാൻ ഇതിൽ കാണിച്ചിരിക്കും. അപ്പോൾ രാവിലെ തന്നെ എന്ത് ചെയ്യും എന്നുള്ളതിനെ പറ്റിയുള്ള പ്ലാനിങ് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങൾ ആ പേപ്പേഴ്സ് കണ്ടു കാണും. കാരണം ഞാൻ അതിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കാര്യമായിട്ട്. അതൊക്കെ ഞാൻ കഴിക്കുമോ കഴിക്കില്ല എന്നുള്ളത് അത് നമുക്കങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ ബ്രഷ് ചെയ്തൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ പട്ടിഷമാണേ. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? സംഭവം പ്ലാനിങ് ഒക്കെ ഉണ്ടായി, പക്ഷേ സാധനം വാങ്ങിക്കാൻ മറന്നുപോയി. ഞാൻ പാല് മറന്നുപോയി. ഓക്കെ, നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഷോപ്പ്. അപ്പോൾ ഒന്നുമില്ല, ഓടി അങ്ങ് ഇറങ്ങുക, ഷോപ്പിൽ പോവുക, സാധനം വാങ്ങിക്കുക, തിരിച്ചു വരിക. അപ്പോൾ നേരെ നോക്കുമ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഹാർബർ കേട്ടോ. ഹാർബറിൻ്റെ അടുത്താണല്ലോ കടലിൽ കൂടെയാണല്ലോ നമ്മൾ നാട്ടിലോട്ട് പോകുന്നത്. അതൊന്നും ഇനി പറയുന്നില്ല. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണേ. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഓട്സാണ്. അതൊരു വലിയ കഥയാണ് ആക്ച്വലി. കാരണം ഞാൻ ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കാമെന്നും പറഞ്ഞ് ലിസ്റ്റൊക്കെ എഴുതി ഒട്ടിച്ചൊക്കെ വെച്ച് വലിയ കാര്യത്തിൽ കിടന്നുറങ്ങി. പക്ഷേ ഇതൊന്നും ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയും ചെയ്തില്ല, പാല് വാങ്ങിച്ചുമില്ല. സോ ആ മിഷൻ അങ്ങോട്ട് പാളിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ തന്നെ ഓടിച്ചെന്ന്. ആക്ച്വലി ഞാൻ രാവിലെ ഇത്രയും നേരത്തെ നിന്ന് ഇറങ്ങി പുറത്ത് പോകാറില്ല ഗൈസ്, എസ്പെഷ്യലി ലീവുള്ള ദിവസം. കാരണം ഈ പുറത്തൊക്കെ പോകണമെങ്കിൽ നമ്മളൊക്കെ റെഡിയായി ഒന്ന് വൃത്തിയും മെനക്കൊക്കെ പുറത്ത് പോകണമല്ലോ, അത് വിചാരിച്ചിട്ട്. പക്ഷേ ഇത് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഷോപ്പിൽ പോയത്. അങ്ങനെ പാൽ ഒഴിച്ചാണ് ഞാൻ ഓട്സ് ഉണ്ടാക്കുന്നത്. ആക്ച്വലി എല്ലാവരും പല രീതിയിൽ ഓട്സ് ഉണ്ടാക്കുന്നുണ്ടാവും. എൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാൽ ഞാനങ്ങനെ കുടിക്കാറില്ല. പക്ഷേ എൻ്റെ ബോഡിയിൽ അതിൻ്റെ ഒരു ഡെഫിഷ്യൻസി വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും എൻ്റെ അകത്താക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഞാൻ ഈ മിഷനിൽ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. അപ്പോൾ ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ പഴവും നട്ട്സും എല്ലാം കൂടി ഈ ഓട്സിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. കാരണം നമ്മൾ ഈ ഗൂഗിളിൽ നോക്കുമ്പോൾ ഗൂഗിൾ അമ്മച്ചി ഇഷ്ടംപോലെ സജഷൻസ് ആണല്ലോ തരുന്നത്, വിത്ത് ലോട്ട്സ് ഓഫ് പിക്ചേഴ്സ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ എന്തോ ഒരു സംഭവമാണ്. ലിറ്ററലി എനിക്ക് ഓട്സ് ഇഷ്ടമല്ല, പക്ഷേ ഇത് കഴിക്കുമ്പോൾ കുറച്ചും കൂടി ഫില്ലിങ്സ് കറക്റ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഓട്സ് എടുക്കാമെന്ന് ഞാൻ ഫൈനലി ഡിസൈഡ് ചെയ്യുന്നത്. ബട്ട് ഈ ഹണിയെല്ലാം ഒഴിച്ചിട്ട് ഇതിൽ പഴവും നട്ട്സും ഹണിയെല്ലാം കൂടി ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മിൽക്കും ഉണ്ട്, ഓട്സും ഉണ്ട്. അപ്പോൾ ഈ ഒരു റോ ഫീൽ ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഇഷ്ടംപോലെ വീഡിയോസ് കാണാറുണ്ട് ഈ സ്മൂത്തീസിൻ്റെയും ഓവർനൈറ്റ് ഓട്സിനെയൊക്കെ പറ്റി പറയാൻ ഇഷ്ടംപോലെ ആളുകളുള്ളതുകൊണ്ട് അവരുടെയൊക്കെ ഒരു ഇൻസ്പിറേഷൻ എന്നുകൂടി വേണമെങ്കിൽ പറയാം. ഇൻസ്പിറേഷൻ അല്ല, ഒരു ബാഡ് ഇൻഫ്ലുവൻസ് അങ്ങനെ ഞാൻ പറയട്ടെ. കാരണം എനിക്ക് ഓട്സ് ഇഷ്ടമല്ല. അങ്ങനെയാണ് ഞാനത് കഴിക്കുന്നത്. പക്ഷേ ഞാൻ അവരെ ഒന്നും ഇപ്പോൾ കുറ്റം പറയുന്നില്ല, ബിക്കോസ് എനിക്കത് ഇഷ്ടമായി, സംഭവം കൊള്ളാം. അപ്പോൾ വീക്കിലി ഒരു 2 ദിവസമൊക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു പവറുള്ള സാധനമാണിത്. നിങ്ങൾക്കും വേണമെങ്കിൽ ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്കിനി ഉച്ചയ്ക്കുള്ള എന്തെങ്കിലും ഉണ്ടാക്കണം. ഇതിനിടയിൽ ഞാൻ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതെല്ലാം ഒന്നും എടുക്കാൻ എനിക്ക് സത്യം പറഞ്ഞാൽ മടിയാണ്. കാരണം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഈ ഫോണും ഈ സ്റ്റിക്കും പിടിച്ച് ഇങ്ങനെ നടക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്നാൽ ഫുഡ് ഉണ്ടാക്കുന്നത് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ലഞ്ച് കഴിക്കാൻ പോകുന്നത് മത്തങ്ങയാണ്. ഞാൻ ട്യൂഷന് പോയിരുന്നു ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ ട്യൂഷന് പോയപ്പോൾ ഒരു ഷോപ്പിൽ മത്തങ്ങ കണ്ടു. അപ്പോൾ ഈ മത്തങ്ങ കണ്ടാൽ എനിക്ക് മത്തങ്ങ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വെറുതെ ഉപ്പിട്ട് വേവിച്ചാൽ പോലും എനിക്ക് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് വെളിച്ചെണ്ണയിൽ വാട്ടി ജസ്റ്റ് ഇത് വേവിച്ചിട്ട് അതങ്ങ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ടത് തിളച്ച് വരുമ്പോൾ ഉപ്പിട്ടിട്ട് നമ്മൾ നിർത്തുന്നു ഗൈസ്. കുറച്ച് കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി കട്ടയാവുമല്ലോ, തിക്കായി കഴിഞ്ഞാൽ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഒരു മുട്ടയും വെച്ചു, ഇനിയിപ്പോൾ കുറയ്ക്കണ്ട. അങ്ങനെ ഞാൻ ഉച്ചയായപ്പോൾ ഈ സംഭവങ്ങളെല്ലാം കൂടി കഴിച്ചു. നിങ്ങൾ എൻ്റെ കണ്ടാലറിയാൻ പറ്റും, ചോറിനേക്കാൾ കൂടുതൽ കറിയുണ്ട്. ബിക്കോസ് എനിക്കത് ഇഷ്ടമാണ്. പിന്നെ അങ്ങനെയാണല്ലോ, ചോറിനേക്കാൾ കൂടുതൽ കറി കഴിക്കണം എന്നൊക്കെ ആണല്ലോ പറയുന്നത്. സോ അതുകൊണ്ട് ഞാൻ അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുട്ടയുണ്ടായിരുന്നു. അങ്ങനെ എനിക്കിഷ്ടമുള്ള സാധനം ആയതുകൊണ്ട് ഞാൻ നല്ല എൻജോയ് ചെയ്തു. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നില്ല. രാവിലെ ഓട്സ് കഴിക്കുമ്പോൾ എനിക്കൊരു ഡൗട്ടായിരുന്നു, ഇത് കൊള്ളാതിരിക്കുമോ, ഇത് കഴിക്കാൻ പറ്റില്ല, ഇനി ഞാൻ വേറെ കുക്ക് ചെയ്യണോ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം ഇവിടെ വന്നില്ല, ബിക്കോസ് എനിക്കിത് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞാനതെല്ലാം കഴിച്ചു കേട്ടോ. പിന്നെ ഈ ലീവുള്ള ഡേയ്സാണ് നമ്മുടെ സെൽഫ് കെയർ ഡേ എന്ന് ഞാൻ തന്നെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു ഗൈസ്. സോ ഞാൻ മുഖമൊക്കെ കഴുകിയിട്ട് തുണി വെച്ച് തുടയ്ക്കാതെ ഫാനിൻ്റെ താഴെ നിന്ന് ഉണക്കിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഫേസ് പാക്ക് ഇട്ടു കേട്ടോ. ഫേസ് പാക്ക് ഞാൻ പറഞ്ഞു തരില്ല. തുണി എടുക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാണേ. അപ്പോൾ നല്ല വെളിച്ചം നോക്കുമ്പോൾ മുകളിലൊരാളുണ്ട്. ഈ ചന്ദ്രൻ എന്തൊരു ലുക്കാണല്ലേ.
അപ്പോൾ നമ്മൾ ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോകുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഡിന്നർ കഴിക്കാൻ പോവാണ്. ഡിന്നർ ചിക്കനും പിന്നെ നമ്മുടെ ഉച്ചത്തെ കുറച്ച്, ആക്ച്വലി ഞാനത് തീർക്കാമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഒരുപാടുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നൈറ്റും കുറച്ച് മാറ്റി വെച്ചു. പിന്നെ വെജീസ് ആണല്ലോ, നല്ലതാണല്ലോ ഹെൽത്തിന്. അപ്പോൾ അതുകൊണ്ട് ഈ ചിക്കനും ഈ കോമ്പിനേഷനൊന്നും നിങ്ങൾ ആരും എന്നോട് ചോദിക്കരുത്. ഇങ്ങനെ പുറത്ത് നിൽക്കുന്നവരോട് എസ്പെഷ്യലി ഒരു കോമ്പിനേഷനും നിങ്ങൾ ചോദിക്കരുത്. നമുക്ക് ഇഷ്ടമുള്ളത് അങ്ങ് കഴിക്കാം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ഞാൻ ടയേർഡായി ഗൈസ്. അങ്ങനെ ഞാൻ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഗുഡ് നൈറ്റ്.